അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഒരാൾ ഒരു സ്വപ്ന വ്യാഖ്യാനം ചോദിച്ചിരുന്നു. മൂത്രം വഹിക്കുന്നതായി സ്വപ്നം കണ്ടാൽ. മഹാനായ അബ്ദുൽ ഗനി നാബൽസി റഹിമഹുമുല്ലാഹ് അദ്ദേഹത്തിൻ്റെ തഅ്തീറുൽ അനാം ഫി തഅബീറുൽ മനാം എന്ന ഗ്രന്ഥത്തിൽ പറയുന്നതായി കാണാം. റൗസ്, അതുപോലെ തന്നെ ബൗല്, മൂത്രം, കാഷ്ടം, ഇതൊക്കെ ചെയ്യുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടാൽ പ്രത്യേകമായി എടുത്തു പറഞ്ഞു. പല വിഭിന്നമായ വ്യാഖ്യാനങ്ങളാണ് അതിനുള്ളത്. പൊതുവെ മൂത്രിക്കുന്നതായിട്ടൊക്കെ സ്വപ്നം കണ്ടാൽ എന്നതാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത് മാത്രം പറയുന്നു, ബാക്കി വിശാലമായി പിന്നീട് നമുക്ക് ചർച്ച ചെയ്യാം. ഒരാൾ ടോയ്ലറ്റിൽ പോയി മൂത്രിക്കുന്നതായിട്ടോ മറയോടുകൂടെയുള്ള കാഷ്ടിക്കുന്നതായിട്ടോ ആണ് ഒരാൾ സ്വപ്നം കാണുന്നുവെങ്കിൽ അവൻ്റെ ജീവിതത്തിന് വല്ല നേട്ടങ്ങളും, അവൻ്റെ ജീവിതം വളരെയേറെ സൂക്ഷ്മതയുടെയും ജീവിതവുമാണ് എന്നൊക്കെയാണ് അറിയിക്കുന്നത്. ഈ മൂത്രമൊഴിക്കുന്നത് പൊതുജനങ്ങൾ നടക്കുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ആൾ കൂടി നിൽക്കുന്ന സ്ഥലത്ത് മൂത്രിക്കുകയോ അല്ലെങ്കിൽ ജനങ്ങളെ മുന്നിലോ അല്ലെങ്കിൽ മറ്റുള്ള അവരെ മുന്നിലോ വെച്ചിട്ടാണ് മൂത്രിക്കുന്നതായിട്ടോ കാഷ്ടിക്കുന്നതായിട്ടോ ആണ് സ്വപ്നം കാണുന്നുവെങ്കിൽ അതിൻ്റെ വ്യാഖ്യാനമായി മഹാനവറുകൾ പറഞ്ഞത്, നമ്മുടെ ജീവിതത്തിൽ നമ്മൾ രഹസ്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന പല കാര്യങ്ങളും അത് പരസ്യമാകും. അത് തിന്മയാവാം, തെറ്റാവാം, മറ്റുള്ളത് ഏതുമാവാം, അത് പരസ്യമാകും എന്നർത്ഥം. ഈ മൂത്രിക്കുന്നതും കാഷ്ടിക്കുന്നതും മറയുള്ള ടോയ്ലറ്റ് പോലെ റൂം പോലെയുള്ള സ്ഥലങ്ങളിലാണ് ചെയ്യുന്നതെങ്കിൽ പ്രശ്നമല്ല. പക്ഷേ അത് ജനങ്ങളെ മുന്നിലോ ജനങ്ങൾ നടമാടുന്ന സ്ഥലങ്ങളിലോ അല്ലെങ്കിൽ ജനങ്ങളുമായി ഇടകലരുന്ന സ്ഥലങ്ങളിലോ ആണ്, ഒരു പൊതുജന വേദികളിലാണ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ ജീവിതത്തിലെ പല രഹസ്യങ്ങളും പരസ്യമാകാൻ ഇടയാകും. അള്ളാഹു കാത്ത് സലാമത്ത് നൽകട്ടെ. ഇതാണ് അതുമായി സൂചിപ്പിക്കുന്നത്. ഇനി വിശാലമായിട്ട് ഓരോന്നിക്കും ഓരോ വ്യാഖ്യാനങ്ങൾ പറയുന്നുണ്ട്. നല്ലത് പഠിക്കാനും മനസ്സിലാക്കാനും അത് ഉൾക്കൊണ്ട് ജീവിക്കാനും അള്ളാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.